ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളിരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ജന്മമെടുത്തതിനെന്തി മൂലം കൃഷ്ണ, ജന്മമെടുത്തത് കർമ്മമൂലം. കർമ്മമെടുത്തതിനെന്തി മൂലം കൃഷ്ണ, കർമ്മമെടുത്തത് രാഗമൂലം. രാഗമെടുത്തതിനെന്തി മൂലം കൃഷ്ണ, രാഗമെടുത്തത് മാനമൂലം. മാനമെടുത്തതിനെന്തി മൂലം കൃഷ്ണ, തന്നെ നീനയായിക തന്നെ മൂലം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 17 ധ്രുവചരിതം ശ്ലോകം 7. ത്വദ്ദർശന പ്രമദ ഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസിധരേണ തഥാധരേണ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. ത്വത് ദർശന പ്രമദ ഭാരതരംഗിതം തം ചേർത്ത് ചൊല്ലുമ്പോൾ ത്വദ്ദർശന പ്രമദ ഭാരതരംഗിതം തം. ത്വദ്ദർശന ദ എന്നുള്ളത് ഡബിളായിട്ടുണ്ട്, മെല്ലെ ഊന്നി പറയണം. പ്രമദ ഭാര ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. തരംഗിതം തം. ദൃഗ്ഭ്യാം ദൃ എന്നുള്ളത് മൃദുവായിട്ട് പറയാനുള്ളതാണ്. ദ എന്നുള്ളത് നിന്നാണ് വന്നത്. ഭ്യാം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നിമഗ്നം ഇവ രൂപരസായനേ തേ. നിമഗ്നമിവ ഗ്ന എന്നുള്ളത് ഗ ന എന്നാണ്. നിമഗ്നമിവ രൂപരസായനേ തേ നീട്ടിയിട്ട് തുഷ്ടൂഷമാണം അവഗമ്യ കപോലദേശേ ചേർത്തിട്ട് തുഷ്ടൂഷമാണം അവഗമ്യ കപോലദേശേ നീട്ടിയിട്ട് സംസ്പൃഷ്ടവാൻ അസി ധരേണ തഥാധരേണ ചേർത്ത് ചൊല്ലുമ്പം സംസ്പൃഷ്ടവാനസി ധരേണ തഥാധരേണ അങ്ങനെ നിർത്താം. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ദ എന്നുള്ളത് ദയേൽത്തെ ദ എന്നാണ്. ധരേണ തഥാധരേണ എന്നുള്ളതൊക്കെ അങ്ങനെ നിർത്താം. ത്വദ്ദർശന പ്രമദ ഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസി ധരേണ തഥാധരേണ. അടുത്തത് 8ാമത്തെ ശ്ലോകം. താവദ്വിബോധ വിമലം പ്രണുവന്തമേനമാഭാഷഥാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. താവത് വിബോധ വിമലം അത് ചേർത്തിട്ട് താവദ്വിബോധ വിമലം. താവത് വിബോധ ദ്വി ദ്വി എന്ന് പറയാൻ കഷ്ടമാണ് വെച്ചാൽ താവത് വിബോധ അങ്ങനെയും ചൊല്ലാം. താവത് വിബോധ വിമലം. ഥ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. പ്രണുവന്തമേനം അതടുത്ത ലൈനും കൂടി ചേർത്ത് ചൊല്ലണം. ഈ വാക്കുകൂടെ അടുത്ത വാക്കും കൂടി ചേർത്തിട്ട് ചൊല്ലണം. അത് ചെറിയൊരു വരട്ടിട്ടുണ്ട്. പ്രണുവന്തമേനമാഭാഷഥാസ്ത്വമവഗമ്യ അങ്ങനെ ചൊല്ലണം. പ്രണുവന്തമേനം അങ്ങനെ പിരിച്ചു ചൊല്ലുകയാണെങ്കിൽ പിന്നെ ആഭാഷഥാസ്ത്വം ആഭാഷഥാസ്ത്വം അവഗമ്യ അത് ചേർത്തിട്ടാണ് പ്രണുവന്തമേനമാഭാഷഥാസ്ത്വമവഗമ്യ.
ആഭാഷഥാസ്ത്വം അവഗമ്യ. അത് ചേർത്തിട്ടാണ് ആഭാഷഥാസ്ത്വം അവഗമ്യ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഥ എന്നുള്ളതും സ്ത്വം അവഗമ്യ അത് ചേർത്തിട്ട് സ്ത്വം അവഗമ്യ. തദീയ ഭാവം തദീയ ദയുടെ എന്നാണ് തദീയ ഭാവം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഭൂയ എന്നുള്ളതിൻ്റെ ഭൂന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സമനുഭൂയ ഭജസ്വ ഭൂയ. പിന്നെയും ഭൂയ എന്ന് വരുന്നുണ്ട്. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭൂയ അവിടെ അങ്ങനെ വിസർഗം വിട്ടിട്ട് പറയുകയാണെങ്കിൽ സർവോത്തരം എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ ഭൂയ സർവോത്തരം. ഈ സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. സർവോത്തരം സർവോ ഋവോ എന്നുള്ളത് മെല്ലെ നൂന്നി പറയണം. സർവോത്തരം. ധ്രുവ ധ്രു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ധ്രുവ പദം പദം എന്നാണ് പദം. വിനിവൃത്തിഹീനം വിനിവൃത്തിഹീനം. അങ്ങനെ നിർത്താം. താവദ്വിബോധവിമലം പ്രണുവന്തമേനമാഭാഷഥാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.